ഗാന്ധി ദർശൻ സമിതി കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധിയുടെ 77ാമത് രക്തസാക്ഷി ദിനാചരണവും പുഷ്പാർച്ചനയും നടത്തി. അനുസ്മരണ യോഗം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈനുലാബുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ദർശൻ സമിതി കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധിയുടെ 77ാമത് രക്തസാക്ഷി ദിനാചരണവും പുഷ്പാർച്ചനയും നടത്തി. മേടമുക്കിൽ സംഘടിപ്പിച്ച ഗാന്ധിജി അനുസ്മരണ യോഗം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈനുലാബുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ മഹാരാജ്യത്തെ അടക്കി ഭരിച്ച വൈദേശികാധിപത്യത്തിൽ നമ്മുടെ രാജ്യത്തെ മോചിപ്പിക്കുവാൻ അഹിംസയിൽ അധിഷ്ഠിതമായ സമരമുറകളുമായി രാജ്യത്തെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ധീരോദത്തമായ നേതൃത്വം നൽകി. സ്വാതന്ത്ര്യം കിട്ടി ഒരു വർഷം തികഞ്ഞതിന് മുമ്പ് രാജ്യത്തെ ഫാസിസ്റ്റ് വർഗീയ ശക്തികളുടെ വെടിയുണ്ടയേറ്റ് നമ്മെ വിട്ടുപിരിഞ്ഞ മഹാത്മാവിൻ്റെ ഓർമ്മകൾ ലോകമെമ്പാടും അലയടിക്കുന്ന വളരെ ദുഃഖകരമായ ഒരു ദിവസമാണ് ഞാനും നിങ്ങളും ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യം വൈദേശിക ഭരണത്തിൽ ഞെരിഞ്ഞമർന്ന കാലഘട്ടം ഒരിക്കലും ഓർക്കുവാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നില്ല. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ മഹാത്മാഗാന്ധി ഏതാണ്ട് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ബ്രിട്ടീഷുകാരനായ എ.ഒ. ഹ്യൂം നേതൃത്വം നൽകുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാട്ടം നടത്തും എന്ന പ്രതീക്ഷ അത് രൂപീകരിച്ചവർക്ക് പോലും ഇല്ലായിരുന്നു. 1885 മുതൽ 1947 വരെയുള്ള ഒരു കാലഘട്ടം നാം എടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയെ ഭിന്നിപ്പിച്ച് ഭരിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും വിഭാഗീയമായ ചിന്താഗതിയോടുകൂടി അതിൻ്റെ നേതാക്കന്മാർ നോക്കിക്കാണുവാൻ അവസരമൊരുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വൈദേശികാധിപത്യം ചെയ്തിരുന്നുവെങ്കിൽ മഹാത്മാജിയുടെ നേതൃത്വത്തിൽ അഹിംസയിൽ അധിഷ്ഠിതമായ ഒരു സമര പോരാട്ടം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്നപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ശ്രീ സുഭാഷ് ചന്ദ്രബോസിൻ്റെയും അതുപോലെ തന്നെ ഭഗത് സിംഗിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ രക്തരൂക്ഷിതമായ സമരത്തിലൂടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിയെടുക്കണമെന്ന് അവരൊക്കെ ഉദ്ഘോഷിച്ചപ്പോൾ അതിനു വഴങ്ങാതെ ഇന്ത്യയിൽ അഹിംസയും വിദേശ വസ്ത്രബഹിഷ്കരണവും അതുപോലെ തന്നെ രാജ്യത്തെ ജനങ്ങളെ ഒന്നായി കണ്ടുകൊണ്ട് അക്രമരഹിതമായ ഒരു സമര പോരാട്ടത്തിലൂടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് മഹാത്മാജി പ്രകടിപ്പിച്ചത്. ബി ചന്ദ്രസേനൻ, രാജേന്ദ്രക്കുറുപ്പ്, അനിൽലാൽ, കടലൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിജയൻ ആശാരിമുറിയിൽ, മോഹൻകുമാർ, തോമസ് ഏവൂർ, അരുൺ എരുവ, അഡ്വക്കേറ്റ് സന്തോഷ് തൂലിക, രാജേഷ് വാസുദേവൻ, ഉദയഭാനു, കൗൺസിലർമാരായ സുമിത്രൻ, ഷീജ റഷീദ്, ഭാരവാഹികളായ കുഞ്ഞുമോൻ, പുഷ്പമണി, കൃഷ്ണൻകുട്ടി നായർ, സുധാ സുധാകരൻ, താഹ, സ്മൃതി, യാക്കോബ്, സീനത്ത് റഷീദ്, വാമദേവൻ ആചാരി, ശൈല നസീർ, നിസ, ടെൻസി, ഷാനവാസ്, വിനോദ് പൂവടിയിൽ, സുനിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. ഗാന്ധി ദർശൻ സമിതി ജനറൽ സെക്രട്ടറി വാസുദേവൻ നായർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് നിഹാസ് അബ്ദുൾ അസീസ് നന്ദിയും പറഞ്ഞു. CDNet ന്യൂസ് കായംകുളം.